നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യക്ക് മേൽ 500% താരിഫ് ഭീഷണിയുമായി ട്രംപ്. ഇന്ത്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുന്ന ബില്ലിന് പച്ചക്കൊടി കാട്ടിയതായി റിപ്പോർട്ട്. ആഗോള ഊർജ്ജ വിപണിയെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപിന്റെ പുതിയ പ്ലാൻ ഡോൺറോ ഡോക്ട്രിൻ വരുന്നു. ചൈനയെ തളയ്ക്കാനായി വെനസ്വേലൻ എണ്ണശേഖരം അമേരിക്ക നിയന്ത്രിക്കും. 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് അമേരിക്കയെ പിൻവലിച്ച് ട്രംപിന്റെ ഉത്തരവ്. ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയ്ക്ക് തിരിച്ചടി. അമേരിക്കയുടെ ഉപരോധവും താരിഫും ഇന്ത്യൻ വിപണിക്ക് നിർണായകമെന്ന് റിപ്പോർട്ട്. രൂപ ഇടിയാൻ സാധ്യത. സ്വർണവും വെള്ളിയും കുതിപ്പിലേക്കെന്നും വിദഗ്ധർ. ബാങ്ക് ഓഫ് അമേരിക്ക ഇൻസൈഡർ ട്രേഡിംഗ് നിയമങ്ങൾ ലംഘിച്ചുവെന്ന് സെബിയുടെ കണ്ടെത്തൽ. ഓഹരി വിൽപ്പന സുഗമമാക്കാൻ ബാങ്കിന്റെ ഡീൽ രഹസ്യമായി പുറത്തുവിട്ടെന്നും റിപ്പോർട്ട്. വിശദമായ വാർത്തകൾ നോക്കാം. 4ാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 1% ഇടിഞ്ഞത്. സെൻസെക്സ് 780.18 പോയിന്റ് അഥവാ 0.92% ഇടിഞ്ഞ് 84,180.96 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 263.9 പോയിന്റ് അഥവാ 1.01% ഇടിഞ്ഞ് 25,876.85 വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്ന് ജാസ്മിൻ ജമാലാണ് ചേരുന്നത്. ജാസ്മിൻ, എന്താണ് വിപണിയിലെ ഇടിവിന് കാരണം? ദലാൽ സ്ട്രീറ്റ് ഈസ് എക്സ്ട്രീംലി ബ്ലീഡിംഗ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ നമുക്ക് വിപണിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കഘട്ടത്തിൽ വളരെ ഫ്ലാറ്റ് നോട്ടിൽ നിന്നുകൊണ്ട് 26,000 എന്നുള്ള ഒരു നിർണായക ലെവലൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചതെങ്കിൽ ഗ്രാജുവലി ഇടിവിൽ നിന്നും കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു മാർക്കറ്റിനെ തന്നെയാണ് നമുക്ക് ഇന്ന് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഏതാണ്ട് ക്ലോസിംഗിലേക്ക് അടുത്ത സമയത്ത് 1% കൂടുതലുള്ള ഒരു ഇടിവിലേക്ക് നിഫ്റ്റി 50 ഇൻഡെക്സ് കടന്നിരിക്കുകയാണ്. 25,870 എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നിഫ്റ്റി 50യുടെ ഒരു ക്ലോസിംഗ് എടുത്തിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് 304 പോയിന്റുകളുടെ ഒരു ഇടിവാണ്. ഏതാണ്ട് 0.5% കൂടുതൽ ഒരു ഇടിവിലേക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട സെഗ്മെന്റുകളിലും സെക്ടേഴ്സിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫിന് സാക്ഷ്യം വഹിച്ച ഒരു ദിവസമാണ് ഇന്ന്. പേരിന് പോലും ഒരൊറ്റ സൂചിക പോലും ഇന്ന് പച്ചയിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഏറ്റവും അധികം സമ്മർദ്ദം അനുഭവിച്ചിരിക്കുന്നത് മെറ്റൽ മേഖലയാണ്. 3.4% ഒരു ഇടിവിലേക്കാണ് മെറ്റൽ ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2% കൂടുതൽ ബ്രോഡർ മാർക്കറ്റിൽ BSE മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് മേഖലകളിലും ഇടിവുണ്ടായിരുന്നു. 2% IT മേഖല ഇടിവിലേക്കാണ് ഇന്ന് ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. അതേസമയം എനർജി ഇൻഡെക്സ് 2.89% മെറ്റലിന് ശേഷം വലിയ തകർച്ച നേരിട്ട ഒരു സെഗ്മെന്റ് ആയിട്ട് മാറുകയാണ്. ഫാർമ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ 1% മുതൽ 2.5% മുകളിലേക്കുള്ള ഒരു ഇടിവാണ് ഇന്നത്തെ ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർച്ചയായ 4ാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ജാസ്മിൻ ജമാലാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇന്ത്യക്ക് മേൽ 500% താരിഫ് ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുന്ന ബില്ലിന് പച്ചക്കൊടി കാട്ടിയതായി റിപ്പോർട്ട്. റഷ്യയുമായി എണ്ണ വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ കർക്കശ നടപടിയുമായി ട്രംപ്. 500% താരിഫ് ചുമത്താനുള്ള പുതിയ ഉപരോധ ബില്ലിന് US പ്രസിഡന്റ് പച്ചക്കൊടി കാട്ടിയതായി റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം പറഞ്ഞു. ഇതോടെ ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. റഷ്യയുടെ യുദ്ധസന്നാഹങ്ങൾക്കുള്ള സാമ്പത്തിക സ്രോതസ് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് US കോൺഗ്രസിൽ ഈ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച തന്നെ ഈ ബിൽ വോട്ടിംഗിന് വരാൻ സാധ്യതയുണ്ടെന്ന് ലിൻസെ ഗ്രഹാം പറയുന്നു. പുതിയ ബിൽ US കോൺഗ്രസ് പാസാക്കിയാൽ ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും വലിയ വെല്ലുവിളിയാകും. എണ്ണയ്ക്കു പുറമെ റഷ്യൻ യുറേനിയം വാങ്ങുന്നവർക്കും ഈ കടുത്ത നികുതി ബാധകമാകും. റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാമും ഡെമോക്രാറ്റിക് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്റലും ചേർന്നാണ് ഈ ബിൽ തയ്യാറാക്കിയത്. റഷ്യയുടെ എണ്ണ, വാതകം, യുറേനിയം, മറ്റ് കയറ്റുമതികൾ എന്നിവ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% വരെ താരിഫുകളും ദ്വിതീയ ഉപരോധങ്ങളും ഏർപ്പെടുത്താൻ ഈ ബിൽ US ഭരണകൂടത്തെ അനുവദിക്കും. റഷ്യയിൽ നിന്ന് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയാണ്. റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യക്കെതിരെ ട്രംപ് ഭീഷണി തുടരുകയാണ്. ഈ സമയത്താണ് പുതിയ ബില്ല് വരുന്നത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ റഷ്യൻ എണ്ണ കൂടുതലായും ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത്. 2024 ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 36% എത്തിയത് റഷ്യയിൽ നിന്നായിരുന്നു.
എന്നാൽ US-ൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായി റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള ഊർജ്ജ വിപണിയെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപിന്റെ പുതിയ പ്ലാൻ ഡോൺറോ ഡോക്ട്രിൻ വരുന്നു. ചൈനയെ തളയ്ക്കാനായി വെനസ്വേലൻ എണ്ണശേഖരം അമേരിക്ക നിയന്ത്രിക്കും. 1823 പ്രസിദ്ധമായ മൺറോ ഡോക്ട്രിനെ ട്രംപ് തന്റെ ശൈലിയിൽ മാറ്റിയെഴുതുന്നതാണ് ഡോൺറോ ഡോക്ട്രിൻ. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കുകയും റഷ്യ, ചൈന, ഇറാൻ തുടങ്ങിയ ശക്തികളെ വെനസ്വേലയിൽ നിന്ന് പുറത്താക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ നീക്കത്തിന്റെ ഭാഗമായി വെനസ്വേലയിൽ നിന്ന് $2 മില്യൺ മൂല്യമുള്ള ക്രൂഡ് ഓയിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ട്രംപ് ഉത്തരവിട്ടു. വെനസ്വേലയുടെ എണ്ണ കയറ്റുമതിയുടെ പകുതിയിലധികവും, അതായത് പ്രതിദിനം 4 ലക്ഷം ബാരൽ വാങ്ങിയിരുന്നത് ചൈനയായിരുന്നു. ഈ വിതരണം തടയുന്നതിലൂടെ ചൈനീസ് റിഫൈനറികളെ പ്രതിസന്ധിയിലാക്കാൻ ട്രംപിന് സാധിക്കും. ഈ തന്ത്രപരമായ നീക്കം ഓഹരി വിപണിയിലും എനർജി സെക്ടറിലും നിർണായകമാണ്. പെട്രോസിനോവെൻസെ എന്ന ചൈനയുടെ പ്രധാന വെനസ്വേലിയൻ സംയുക്ത സംരംഭത്തെ ഇത് ബാധിക്കും. ചൈനയുമായുള്ള അമേരിക്കൻ കമ്പനികളുടെ ദീർഘകാല പ്രകൃതിവാതക കരാറുകളും ഇപ്പോൾ ഭീഷണിയിലായി. വെനസ്വേലയ്ക്ക് പുറമെ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങളും ഈ പുതിയ സിദ്ധാന്തത്തിന്റെ ഭാഗമാണെന്ന് കരുതപ്പെടുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളും കൺവെൻഷനുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ട്രംപിന്റെ പോക്ക് ലോക വിപണിയിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കുമോ എന്നതും ഗൗരവകരമായ ചോദ്യമാണ്. എനർജി സെക്യൂരിറ്റിക്കായി മറ്റു രാജ്യങ്ങൾ ഇനി അമേരിക്കൻ കമ്പനികളെ വിശ്വസിക്കുമോ എന്നതും കണ്ടറിയണം. അതേസമയം എണ്ണ വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം വൻമാറ്റങ്ങൾ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ചാഞ്ചാട്ടമുണ്ടാക്കും. ഇത് ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങളിൽ ഇന്ധനവില വർധനവിന് കാരണമായേക്കാം. ഇന്ത്യൻ എണ്ണ കമ്പനികളുടെ ഓഹരികളെയും ഇത് നേരിട്ട് ബാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് അമേരിക്കയെ പിൻവലിച്ച് ട്രംപിന്റെ ഉത്തരവ്. ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയ്ക്ക് തിരിച്ചടി. ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ വിപണിയെയും നീക്കം ബാധിക്കും. പ്രസിഡന്റ് ട്രംപ് ഒപ്പിട്ട പുതിയ മെമ്മോറാണ്ടം ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാർബൺ മലിനീകരണ രാജ്യമായ അമേരിക്ക ഇനി മുതൽ കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള ആഗോള ശ്രമങ്ങളിൽ പങ്കാളിയാകില്ല. UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നിവയുൾപ്പെടെ 31 UN ഏജൻസികളിൽ നിന്നും 35 ഇതര സംഘടനകളിൽ നിന്നും അമേരിക്ക പുറത്തുപോയി. ഈ സംഘടനകൾ അമേരിക്കയുടെ ദേശീയ താൽപര്യങ്ങൾക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും വിരുദ്ധമാണെന്നും ഇവയുടെ പ്രവർത്തനം അശാസ്ത്രീയവും പ്രത്യയശാസ്ത്രപരവുമാണെന്നും ആരോപിച്ചാണ് ട്രംപിന്റെ നീക്കം. ഈ പിന്മാറ്റം കേവലം പാരിസ്ഥിതികമായ ഒന്നല്ല, മറിച്ച് സാമ്പത്തികമായ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. വികസ്വര രാജ്യങ്ങൾക്ക് ഊർജ്ജ പരിവർത്തനത്തിനായി അമേരിക്ക നൽകിവരുന്ന സാമ്പത്തിക സഹായം പൂർണ്ണമായും നിലയ്ക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നിന്ന് മാറി ഫോസിൽ ഇന്ധനങ്ങളിലേക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. അമേരിക്ക പിന്മാറുന്നതോടെ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ആഗോള കാലാവസ്ഥാ നേതൃത്വത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ആഗോളതലത്തിൽ സോളാർ, വിൻഡ് എനർജി കമ്പനികളുടെ ഓഹരികളിൽ ഈ തീരുമാനം അസ്ഥിരതയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ എണ്ണ, കൽക്കരി കമ്പനികൾക്ക് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നതിനാൽ അവയുടെ മൂല്യം വർദ്ധിച്ചേക്കാം. ഇന്ത്യയുടെ സോളാർ മിഷനുകൾക്കും പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്കും അന്താരാഷ്ട്ര ഫണ്ടിങ്ങിൽ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ ഇന്ത്യൻ നിക്ഷേപകർ നിരീക്ഷിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ അമേരിക്ക കൊണ്ടുവരുന്ന ഉപരോധങ്ങളും താരിഫും ഇന്ത്യൻ വിപണിക്ക് നിർണായകമെന്ന റിപ്പോർട്ട്. രൂപ ഇടിയാൻ സാധ്യത. സ്വർണവും വെള്ളിയും കുതിപ്പിലേക്കെന്നും വിദഗ്ധർ. റിലയൻസ് സെക്യൂരിറ്റീസിലെ സീനിയർ അനലിസ്റ്റായ ജിഗർ ത്രിവേദിയുടെ നിരീക്ഷണമനുസരിച്ച് രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 91 നിലവാരത്തിലേക്ക് പോയാൽ സ്വർണ്ണ വിപണിയിൽ വൻ കുതിച്ചുചാട്ടം പ്രകടമാകും. ഇവിടെ റിസർവ് ബാങ്കിന്റെ ഇടപെടൽ നിർണായകമാണ്. ഫോറക്സ് വിപണിയിൽ RBI എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും രൂപയുടെയും സ്വർണത്തിന്റെയും വരുംകാല ഗതി. സാമ്പത്തിക വിപണിയിലെ അനിശ്ചിതത്വങ്ങളാണ് സ്വർണ്ണവിലയെ മുകളിലേക്ക് നയിക്കുന്ന പ്രധാന ഇന്ധനം. ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ അമേരിക്ക താരിഫുകൾ കുത്തനെ വർദ്ധിപ്പിക്കുകയും ട്രേഡ് വാർ ശക്തമാവുകയും ചെയ്താൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ കൂട്ടമായി ഒഴുകും. ഇത് സ്വർണ്ണവിലയെ ആരും പ്രതീക്ഷിക്കാത്ത ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേക്കാമെന്നും അദ്ദേഹം പറയുന്നു. സെബി രജിസ്ട്രേഡ് അനലിസ്റ്റായ അനുജ് ഗുപ്തയുടെ അഭിപ്രായത്തിൽ അമേരിക്ക ചുമത്തുന്ന കടുത്ത താരിഫുകൾ ആഗോളതലത്തിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കും. ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നത് അമേരിക്കയിൽ നാണയപ്പെരുപ്പത്തിന് കാരണമാകും. ഈ പണപ്പെരുപ്പ സാഹചര്യം ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണത്തിനും വെള്ളിക്കും വലിയ കരുത്തു പകരുന്ന ഘടകമാണ്. ആഗോള വിപണിയിൽ സ്വർണം ട്രായ് ഔൺസിന് $4,300 $4,400 നിലവാരത്തിലും ശക്തമായ സപ്പോർട്ട് ഉണ്ട്. $4,500 $4,700 എന്നതാണ് പ്രധാന റെസിസ്റ്റൻസ് എന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ വിപണിയിൽ 10 ഗ്രാം സ്വർണത്തിന് $1,20,000 മുതൽ $1,30,000 വരെയുള്ള നിലവാരം നിക്ഷേപകർക്ക് അനുകൂലമായ ബൈയിങ് സോണാണ്.
എന്നാൽ വില 1,42,000 കടന്നാൽ അത് 1.5 ലക്ഷം രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്നുമാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാങ്ക് ഓഫ് അമേരിക്ക ഇൻസൈഡർ ട്രേഡിംഗ് നിയമങ്ങൾ ലംഘിച്ചുവെന്ന് സെബിയുടെ കണ്ടെത്തൽ. ഓഹരി വിൽപ്പന സുഗമമാക്കാൻ ബാങ്കിന്റെ ഡീൽ രഹസ്യമായി പുറത്തുവിട്ടുവെന്നും റിപ്പോർട്ട്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് ലോകത്തെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ബാങ്ക് ഓഫ് അമേരിക്കയ്ക്കെതിരെ സെബി പുറത്തുവിട്ടിരിക്കുന്നത്. ചൈനീസ് വാൾ നിയമലംഘനമാണ് സെബിയുടെ ആരോപണം. ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനുള്ളിൽ ഡീൽ നടത്തുന്ന ടീമും ഓഹരികൾ വിൽക്കുന്ന ബ്രോക്കിംഗ് അല്ലെങ്കിൽ റിസർച്ച് ടീമും തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ പാടില്ല എന്ന കർശന നിയമമുണ്ട്. ഇതിനെയാണ് ചൈനീസ് വാൾ എന്ന് വിളിക്കുന്നത്. 2024 മാർച്ചിൽ നടന്ന ആദിത്യ ബിർള സൺലൈഫ് AMC ഓഹരി വിൽപ്പനയിലാണ് ബാങ്ക് ഓഫ് അമേരിക്ക ചൈനീസ് വാൾ ലംഘിച്ചതെന്നാണ് സെബിയുടെ കണ്ടെത്തൽ. 1400 കോടി രൂപയുടെ ഓഹരി വിൽപ്പന സുഗമമാക്കാൻ ബാങ്കിന്റെ കരാറിൽ ഉൾപ്പെട്ട ടീം രഹസ്യവിവരങ്ങൾ മുൻകൂട്ടി പുറത്തുവിട്ടു. ബാങ്കിന്റെ റിസർച്ച് ടീമിനെ സിൻഡിക്കേറ്റ് ടീമിനെയും ഉപയോഗിച്ച് വൻകിട നിക്ഷേപകരെ ബാങ്ക് മുൻകൂട്ടി ബന്ധപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. 3 പ്രമുഖ നിക്ഷേപകരുമായി ബാങ്ക് നിയമവിരുദ്ധമായി ആശയവിനിമയം നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനി, നോർവേയുടെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയിലെ പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനം എന്നിവർക്കും ഇതിൽ പങ്കുണ്ട്. ബാങ്ക് ഓഫ് അമേരിക്ക ഈ കേസിൽ സെബിയോട് തെറ്റായ വിവരങ്ങൾ നൽകിയെന്നും വസ്തുതകൾ മറച്ചുവെച്ചെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. നിക്ഷേപകരുമായി ആശയവിനിമയം നടത്തിയിട്ടില്ലെന്ന് ബാങ്ക് ആദ്യം വാദിച്ചു. എന്നാൽ നിക്ഷേപകരിൽ നിന്ന് തന്നെ സെബി തെളിവുകൾ ശേഖരിച്ചതോടെ ബാങ്കിന് മൊഴി മാറ്റേണ്ടി വന്നു. ആഭ്യന്തര അന്വേഷണത്തെ തുടർന്ന് 3 മുതിർന്ന ഉദ്യോഗസ്ഥരെ ബാങ്ക് പുറത്താക്കി. എങ്കിലും കുറ്റം സമ്മതിക്കാതെ തന്നെ പിഴയടച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ ബാങ്ക് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുകയാണ്. ആഗോള ബാങ്കുകൾ ഇന്ത്യൻ നിയമങ്ങൾ ലംഘിക്കുന്നത് വിദേശ നിക്ഷേപകരുടെ വിശ്വാസത്തെ ബാധിച്ചേക്കാം. ഒത്തുതീർപ്പ് അപേക്ഷ അംഗീകരിച്ചില്ലെങ്കിൽ ബാങ്ക് ഓഫ് അമേരിക്കയ്ക്ക് വൻ തുകയെ പിഴ നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 12,650 രൂപയായി. പവന് 200 രൂപ കുറഞ്ഞ് 1,01,200 രൂപയായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 21 രൂപ കുറഞ്ഞ് 10,350 രൂപയും പവന് 168 രൂപ കുറഞ്ഞ് 82,800 രൂപയുമായി. വെള്ളിവില 265 രൂപയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യക്ക് മേൽ 500% താരിഫ് ഭീഷണിയുമായി ട്രംപ്. ഇന്ത്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുന്ന ബില്ലിന് പച്ചക്കൊടി കാട്ടിയതായി റിപ്പോർട്ട്. ആഗോള ഊർജ്ജ വിപണിയെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപിന്റെ പുതിയ പ്ലാൻ ഡോൺറോ ഡോക്ട്രിൻ വരുന്നു. ചൈനയെ തളയ്ക്കാനായി വെനസ്വേലൻ എണ്ണശേഖരം അമേരിക്ക നിയന്ത്രിക്കും. 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് അമേരിക്കയെ പിൻവലിച്ച് ട്രംപിന്റെ ഉത്തരവ്. ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയ്ക്ക് തിരിച്ചടി. അമേരിക്കയുടെ ഉപരോധവും താരിഫും ഇന്ത്യൻ വിപണിക്ക് നിർണായകമെന്ന് റിപ്പോർട്ട്. രൂപ ഇടിയാൻ സാധ്യത. സ്വർണവും വെള്ളിയും കുതിപ്പിലേക്കെന്നും വിദഗ്ധർ. ബാങ്ക് ഓഫ് അമേരിക്ക ഇൻസൈഡർ ട്രേഡിംഗ് നിയമങ്ങൾ ലംഘിച്ചുവെന്ന് സെബിയുടെ കണ്ടെത്തൽ. ഓഹരി വിൽപ്പന സുഗമമാക്കാൻ ബാങ്കിന്റെ ഡീൽ രഹസ്യമായി പുറത്തുവിട്ടെന്നും റിപ്പോർട്ട്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.